ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അല്ലെ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ പോകും, എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ സഹോദരിയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അത് മറന്നേക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടോക്ക് ഉണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് വാട്ട് എവർ യു സേ. വാട്ട് എവർ യു സേ, എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ ഇത് ഞാൻ ചെയ്യാൻ കാരണം ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതും കൂടിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നുള്ളത്. അപ്പൊ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യാനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പല രീതിയിലും നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സെന്റൻസുകൾ നോക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എവിടെ പോകും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എവിടെ പോകും. അപ്പൊ നമുക്കറിയാം വാട്ട് എവർ യു സേ അല്ലേ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നാണെങ്കിൽ വാട്ട് എവർ യു സേ ഐ വിൽ ഗോ. വാട്ട് എവർ യു സേ ഐ വിൽ ഗോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ പോകും എന്നാണെങ്കിൽ വാട്ട് എവർ യു സേ ഐ വിൽ ഗോ ദർ. ഓക്കെ, നെക്സ്റ്റ്, എന്തൊക്കെ പറഞ്ഞാലും അവന് മാറ്റമില്ല. പഠന കാര്യത്തിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്ത ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവന് മാറ്റമില്ല എന്നെങ്ങനെ പറയാ? വാട്ട് എവർ യു സേ ഹി വോണ്ട് ചേഞ്ച്. വാട്ട് എവർ യു സേ ഹി വോണ്ട് ചേഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും അവന് മാറ്റമില്ല. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ വിശ്വസിക്കില്ല അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ വിശ്വസിക്കില്ല. ഇവിടെ അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്നാണല്ലോ അല്ലേ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന് വിശ്വസിക്കില്ല എന്നാണ്. അപ്പൊ ഇവിടെ അവനാണ് പറയുന്നത്. സോ വാട്ട് എവർ ഹി സേസ് അല്ലേ, സേയുടെ കൂടെ ആഡ് ചെയ്യണം. വാട്ട് എവർ ഹി സേസ് ഐ വോണ്ട് ട്രസ്റ്റ് ഹിം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ വിശ്വസിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ തീരുമാനം മാറ്റില്ല. പറയാറുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവൾ തീരുമാനം മാറ്റില്ല. വാട്ട് എവർ യു സേ അവളാണ്. സോ വാട്ട് എവർ യു സേ ഷി വോണ്ട് ചേഞ്ച് ഹർ ഡിസിഷൻ. വാട്ട് എവർ യു സേ ഷി വോണ്ട് ചേഞ്ച് ഹർ ഡിസിഷൻ. ഓക്കെ, നെക്സ്റ്റ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ചെയ്യും അല്ലേ. വാട്ട് എവർ യു സേ ഐ വിൽ ഡു ഇറ്റ്. വാട്ട് എവർ യു സേ ഐ വിൽ ഡു ഇറ്റ്. സിമ്പിൾ ആണ്. നെക്സ്റ്റ് പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവന് സന്തോഷമില്ല. പെട്ടെന്ന് പറഞ്ഞു തീർക്കാട്ടോ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ട് എവർ യു സേ എന്ന് പഠിച്ചു. ഇനി വാട്ട് എവർ യു സേക്ക് പകരം വാട്ട് എവർ ഹി സേ, ഷീ സേസ് അവിടെ വരുമ്പം ഹിയും ഷീയൊക്കെ വരുമ്പം ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് നമ്മൾ മുമ്പ് സെന്റൻസിൽ പറഞ്ഞല്ലോ. അപ്പോൾ വാട്ട് എവർ യു സേ എന്തൊക്കെ പറഞ്ഞാലും വാട്ട് എവർ യു സേ ഹേ isn't happy. Whatever you say he isn't happy. Okay, next, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളോട് സംസാരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളോട് സംസാരിക്കും. Whatever you say I will talk to her. Whatever you say I will talk to her. Okay, next, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കില്ല എന്നെങ്ങനെ പറയാ? Whatever you say I won't quit my job. Whatever you say I won't quit my job. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാലും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. മലയാളത്തിൽ പല രീതിയിലുമാണ് നമ്മളെ സംസാരം അല്ലെ. പല സ്ഥലത്തും പല രീതിയിലും എന്ത് പറഞ്ഞാലും എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് വാട്ട് എവർ യൂസ് സേ എന്ന് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ്, എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമുണ്ട് അല്ലെ. ഇപ്പൊ ഒരാൾ നമ്മോട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. അപ്പം പിന്നീട് ആശ്വസിപ്പിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമുണ്ട്. വാട്ട് എവർ യു സേ ഐ ഫീൽ ബാഡ്. വാട്ട് എവർ യു സേ ഐ ഫീൽ ബാഡ്. എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമുണ്ട്. ഇനി നല്ലൊരു സെന്റൻസ് ആണ്, എന്ത് പറഞ്ഞാലും ഞാൻ അവളെ വിട്ടുകളയില്ല. എന്ത് പറഞ്ഞാലും ഞാൻ അവളെ വിട്ടുകളയില്ല. ഇപ്പം പ്രണയത്തിലൊക്കെ ആയ ആളുകളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ നമുക്ക് പല രീതിയിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ വിട്ടുകളയില്ല എങ്ങനെ പറയാ? വാട്ട് എവർ യു സേ ഐ വോണ്ട് ലീവ് ഹർ. വാട്ട് എവർ യു സേ ഐ വോണ്ട് ലീവ് ഹർ. വിട്ടുകളയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കില്ല എന്നാണ്. അപ്പം വാട്ട് എവർ യു സേ ഐ വോണ്ട് ലീവ് ഹർ. ഇനി അതൊരു നിർബന്ധിത ഘട്ടമാണെങ്കിൽ, നമുക്ക് ഉറച്ച തീരുമാനത്തിലാണെങ്കിൽ നമുക്ക് വേറൊരു വേർഡും കൂടി ഉണ്ട് കേട്ടോ. നോ മാറ്റർ വാട്ട് യു സേ എന്ന് പറഞ്ഞാലും ഇതിന് അർത്ഥം ഇത് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണെങ്കിൽ നോ മാറ്റർ വാട്ട് യു സേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോ മാറ്റർ വാട്ട് യു സേ
ഐ വോണ്ട് ലീവ് ഹർ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ കുറച്ച് നമ്മളെ സഹോദരിയായിട്ടൊക്കെ വഴക്കിട്ട് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ സഹോദരിയല്ലേ, അല്ലേ? നമ്മൾ പുറത്തു കൊടുക്കുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ മകളല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ ഭാര്യയല്ലേ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ സഹോദരിയല്ലേ എന്നെങ്ങനെ പറയാം? വാട്ട് എവർ യു സേ ഷീ ഈസ് മൈ സിസ്റ്റർ. വാട്ട് എവർ യു സേ ഷീ ഈസ് മൈ സിസ്റ്റർ. ഓക്കെ, അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്? എന്തൊക്കെ പറഞ്ഞാലും, നീ എന്തൊക്കെ പറഞ്ഞാലും എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്. എന്നാൽ അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാണ്. ഇങ്ങനെ പറയും. ഇവിടെ വാട്ട് എവർ യു സേക്ക് പകരം നമ്മൾ എന്താ പറയേണ്ടത്? വാട്ട് എവർ ഷീ സേസ് എന്നാണ്, അല്ലെ? സേയുടെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. നമുക്കറിയാലോ, വാട്ട് എവർ ഷീ സേ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സേസ് എന്ന് പറയണം. വാട്ട് എവർ ഷീ സേസ്, അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്ക് മറക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഫോർഗെറ്റ്. വാട്ട് എവർ ഷീ സേസ് ഐ കാൺട്ട് ഫോർഗെറ്റ്. അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഇത് നിർബന്ധ ഘട്ടമാണ്, അല്ലെ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. വാട്ട് എവർ യു സേ എന്നും യൂസ് ചെയ്യാം. നോ മാറ്റർ വാട്ട് യു സേ എന്നും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്നാണ്. നോ മാറ്റർ വാട്ട് യു സേ ഐ ഹാവ് ടു സീ ഹർ, അല്ലെങ്കിൽ ഐ നീഡ് ടു സീ ഹർ, അല്ലെങ്കിൽ ഐ മസ്റ്റ് സീ ഹർ എന്നൊക്കെ പറയാം. ഇനി വാട്ട് എവർ യു സേ എന്ന് പറയുകയാണെങ്കിലോ, വാട്ട് എവർ യു സേ ഐ ഹാവ് ടു സീ ഹർ, അല്ലെങ്കിൽ മസ്റ്റ് സീ ഹർ, അല്ലെങ്കിൽ നീഡ് ടു സീ ഹർ ഒക്കെ പറയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അവൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകില്ല. അവൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഡൗട്ട് ചോദിച്ച സബ്സ്ക്രൈബർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ വളരെ നല്ലൊരു ഡൗട്ടാണ്. കാരണം നമ്മൾ എങ്ങനെയായാലും ഇപ്പൊ സംഹൗ, എനിഹൗ എന്നൊക്കെ പറഞ്ഞോട് പഠിച്ചല്ലോ. അതുപോലെ ഒരു വേർഡാണ് ഇതും, എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറയുന്നത്. അപ്പം വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ്. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക, ഞാൻ തന്ന സെന്റൻസ് കമന്റ് ചെയ്യുക. ഇനി ഇതുപോലെ നിങ്ങൾ ഡെയിലി ലൈഫിൽ പറയുന്ന സെന്റൻസ് കൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ഡൗട്ടൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി കമൻറ്റിലൂടെ നമുക്ക് റിപ്ലൈ തരാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.